സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പയറില കൊണ്ടുള്ള തോരനാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പയറിലയ്ക്ക് വളരെയധികം ഗുണങ്ങളുണ്ട്. കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും ഏറ്റവും മികച്ചതാണ് പയറില. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും കുടലിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ വളരെ നല്ലതാണ് പയറില. മലബന്ധത്തിനും യൂറിനറി ഇൻഫെക്ഷനും കിഡ്നിയുടെ ആരോഗ്യത്തിനുമെല്ലാം വളരെയധികം നല്ലതാണ് പയറില കൊണ്ടുള്ള വിഭവങ്ങൾ. പയറിലയും അതിൽ തന്നെ ഉണ്ടായ കുറച്ച് പയറുമാണ് തോരനായിട്ടെടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഇലയെല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പയറും വേറൊരു പാത്രത്തിലേക്ക് അരിഞ്ഞെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 8 കഷ്ണം കാന്താരി മുളകും 4 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ സവാളയുടെ പകുതി കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് മൂത്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയറിന് ഇലയേക്കാൾ വേവുള്ളതുകൊണ്ട് ആദ്യം പയറൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. 1 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീരയും ഇലയും എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. തോരനിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ അടച്ചു വെച്ച് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്ത് അടപ്പ് കൊണ്ട് അടച്ച് വേവിച്ചെടുക്കാം. 2-3 പ്രാവശ്യം അടപ്പ് മാറ്റി പയറില ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 5 മിനിറ്റ് കൊണ്ട് തേങ്ങയുടെ പച്ചമണം എല്ലാം മാറി ഇല വെന്ത് വന്നിട്ടുണ്ട്. സാധാരണയായി ചീരയിലയും മുരിങ്ങയിലയൊക്കെ തോരൻ വെക്കുന്ന പോലെ പയറില തോരൻ വെക്കാറില്ല. പക്ഷേ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഇലയാണ് ഇത്. ഇനിയെങ്കിലും പയറില കൊണ്ടുള്ള വിഭവങ്ങൾ നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പയറില കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങളും തോരൻ വെച്ച് നോക്കുമല്ലോ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.